ഹലോ, എല്ലാവരും വന്നു. നമുക്കിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്യാം. ഇന്ന് ഫുള്ള് ഗ്രീൻ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ ബേസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതുപോലുള്ള കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസസ് ആക്കി എടുക്കുക. ഇത് വേറെ ഒന്നിനുമല്ല, നമുക്കിത് ബോക്സ് നിറയെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ബോക്സ് നിറച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര പീസ് പോരാ, കുറച്ച് അധികം വേണം. അപ്പോൾ അത് നമുക്ക് ആ ബോക്സ് നിറച്ചും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനമായിട്ട് എടുക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെടുത്ത അതേ സംഭവമാണ് നമ്മുടെ ആപ്പിളിൻ്റെ ട്രേ. ഈ ട്രേനെ നമ്മൾ ലീവ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ ഗ്രീൻ കളറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ലീവ്സും നമുക്ക് ഈ ഒട്ടിച്ചെടുത്ത കാർഡ്ബോർഡ് പീസിൻ്റെ അറ്റത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഒരു ചെറിയ കുട്ടി കുട്ടി പീസസ് അങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഇലകൾ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഞാൻ വേറെ വല്ലതും വെച്ച് ഒട്ടിക്കാൻ പറഞ്ഞാൽ അത് നടക്കില്ല, അതിങ്ങനെ ഫിക്സ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് കുറച്ച് അനക്കം കിട്ടുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈ ബോക്സ് നിറച്ച് ലീവ്സ് വേണം. അങ്ങനെ നമുക്ക് നിറയെ ലീവ്സ് ഒട്ടിക്കുമ്പോൾ നല്ല ഗ്രീനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ലീവ്സ് മുഴുവനായിട്ട് ഒട്ടിക്കുന്ന കാണിക്കാൻ എന്നാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്ത് അപ്പോൾ ഇടയിൽ കുറച്ച് ലൈറ്റും ഡാർക്കും ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. ഇനി നമുക്കിതിൽ കുറച്ച് കുഞ്ഞു പൂക്കൾ വെച്ച് കൊടുക്കുക. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പച്ചമുളകിൻ്റെ ഞെട്ടാണ്. ഇത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്, ഇല്ലെങ്കിൽ അതിന് പൂപ്പൽ വരും. അപ്പോൾ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് വേണം ചെയ്യാൻ. അതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റും അതുപോലെ റോസ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പൂക്കളെല്ലാം ഈ ഇലയുടെ ഇടയിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയ പൂക്കളാണ് ഇഷ്ടമുള്ളെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം എടുത്തിട്ട് ചെയ്തെടുക്കുക. അതല്ല കുട്ടി കുട്ടി പൂക്കൾ മതിയെങ്കിൽ ഇത് നമ്മുടെ മുളകിൻ്റെ ഞെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ്സിൻ്റെ അടിയിലുള്ള ഞെട്ട് അതൊക്കെ എടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാർണിഷും കൂടി അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ വാർണിഷ് അപ്ലൈ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ ഞാനിവിടെ ഗ്ലൂ ഗൺ എടുത്തിട്ട് ഒരു ഡ്രോപ്സ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ലീവ്സിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആപ്പിൾ ട്രേ എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം ലീവ്സ് എല്ലാം ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസൊക്കെ വേറെ ഷേപ്പിൽ, അതായത് റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്ത് നോക്കാൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. താങ്ക് യു.